പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം. ഞാൻ സമരത്തിന്റെ ഭാഗമല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും. ആവശ്യമുള്ള ഒരാൾ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒന്നുമില്ല. അത് സമരത്തിന്റെ ഭാഗമായിട്ട് അത് അവർക്കറിയാമല്ലോ. അവർ ഇതുവരെ അങ്ങോട്ട് അവിടെ അല്ല പോയിട്ടുള്ളത്. അല്ല, അത് സ്ഥിരം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആളുകളാണ്. പോലീസിനോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ യാതൊരു ഇന്നും തടഞ്ഞില്ല. ഇപ്പോഴും ഞാൻ പോയിട്ട് വന്നതാണ്. എന്തിനാണ് ഞാൻ ചേച്ചിമാരെ ഞങ്ങള് പലരും പോയി. ഞാൻ ഈ പാട്ട് വരെ ചോദിച്ചു നോക്ക്. ഞാൻ ഇതുവഴിയാണ് പോയത്. അപ്പോ ആരെങ്കിലും ഇടുകയും ബാക്കിയുള്ളവരെ തടയുകയും ചെയ്യുന്നത് അതിന്റെ പരിപാടിയാണ്. ആ സമരമാണ് സ്ത്രീകളുടെ അവസ്ഥ. ഞങ്ങളുടെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നു. വണ്ടി എവിടെ പാർക്ക് ചെയ്തേക്കുന്നേ? അവിടെ വരാൻ പറയാം. സ്ഥലത്തിന്റെ പേര് പറയാനാ സ്റ്റാച്യൂവിൽ വരാൻ പറയാം. വീട്ടിൽ പോകുന്നവരെ പോലും വിടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ പോകാനാണ് ഞങ്ങൾ സമരത്തിലേക്ക് വീട്ടിൽ ബാത്റൂമിൽ പോകാനായിട്ട് ഇതിലേ കഴിഞ്ഞ് വന്നപ്പോൾ സാധാരണ വരുമ്പോൾ ഇതിലേ കഴിഞ്ഞാണ് പോയി അവിടെ ഒരു ബാത്റൂമിൽ പോവാറുണ്ട്. ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആരാണ് സമരത്തിന് വന്നതാണോ എന്ന് ചോദിച്ചു. സമരത്തിന് വന്നാണെങ്കിൽ അങ്ങോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സാധാരണ ഇവിടെയാണ്? സാധാരണ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, സമരത്തിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടെ ബാത്റൂമിൽ പോവാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇപ്പോ ഇതുവഴി വന്ന പോലീസ് പറയുന്നത് എന്താണ്? ഇപ്പം സമരക്കാരെ വിടണ്ടെന്നാ പറയുന്നത്. മാത്രമാണ് ഞങ്ങളെ തടഞ്ഞു വെച്ചു. ആദ്യം ഞങ്ങൾ തിരിച്ചു പോയതാണ്, പിന്നെ നിങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. തീർച്ചയായും സമരക്കാരോട് പോലീസ് നിരന്തരം ക്രൂരത ചെയ്യുന്നു എന്നുള്ള ആരോപണം സമരസമിതി നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമാണ് സമരവേദിയിൽ കാണാൻ കഴിയുന്നത്. ശുചിമുറിയിൽ പോകാൻ പോലും സ്ത്രീകളെ അനുവദിക്കാത്ത രീതിയിലോട്ട് പോലീസിന്റെ നടപടി മാറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.